ഹായ്, ഐഡൻറ്റിറ്റീസ് എന്നുള്ള ടോപ്പിക്ക് തന്നെയാണ് ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി അതിലാകെ കുറച്ച് പോർഷൻസും കൂടി എടുക്കാനുള്ളൂ. അപ്പോൾ അത് പ്രോബ്ലംസും ഏതൊക്കെയാണ് ഐഡൻറ്റിറ്റീസ് എന്നുള്ളത് ഇന്ന് നോക്കാം. ഇന്നലെ നമ്മൾ a+b² എക്സ്പാൻഷൻ ആയിരുന്നു കണ്ടിരുന്നത്. ഇന്ന് a-b² എക്സ്പാൻഷൻ നോക്കാം. a-b² ഈക്വൽസ് a² മൈനസ് 2ab പ്ലസ് b² ആണ്. അല്ലെങ്കിൽ a² പ്ലസ് b² മൈനസ് 2ab. ഇത് രണ്ടുമാണ് a-b² റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക. രണ്ടും സെയിം ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി അത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1214 ഇൻറ്റു 1214 മൈനസ് 2 ഇൻറ്റു 1214 ഇൻറ്റു 914 പ്ലസ് 914 ഇൻറ്റു 914. ഇതിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഇവിടെ നമുക്കിതിനെ a ഇൻറ്റു a മൈനസ് 2 ഇൻറ്റു a ഇൻറ്റു b പ്ലസ് b ഇൻറ്റു b എന്ന് എഴുതാം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഇന്നലെ കണ്ടിരുന്നു. ഇവിടെ a-b² വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കാരണമാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പോണത്. അപ്പോൾ എന്തെഴുതാം? a² മൈനസ് 2ab പ്ലസ് b² എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ എഴുതാൻ പറ്റും? a-b² ആണ്. അപ്പോൾ a എന്ന് പറയുന്നത് ഇതിൽ 1214 ആണ്. b എന്ന് വെച്ച് കഴിഞ്ഞാൽ 914. ഇതിൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ സ്ക്വയർ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. അപ്പോൾ 1214 മൈനസ് 914 എന്ന് വെച്ച് കഴിഞ്ഞാൽ 300 ആണ്. അപ്പോൾ 300ൻ്റെ സ്ക്വയർ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. √12 മൈനസ് √3 ഹോൾ സ്ക്വയർ. ഇവിടെ a-b² ആണ്. ദിസ് ഈസ് ഈക്വൽ ടു a² മൈനസ് 2ab പ്ലസ് b². അപ്പോൾ 12 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു √12, സോറി ഇവിടെ √12 ആണ്, ഇൻറ്റു √3 പ്ലസ് √3 ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു √12ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 12 ആണ്, മൈനസ് 2 ഇൻറ്റു √12 ഇൻറ്റു √3 ചെയ്ത് കഴിഞ്ഞാൽ √36 കിട്ടും, പ്ലസ് √3യുടെ സ്ക്വയർ 3 തന്നെയാണ്. അപ്പോൾ √36 എന്ന് വെച്ചാൽ എത്രയാണ്? 6 ആണ്. 12 മൈനസ് 2 ഇൻറ്റു 6 പ്ലസ് 3, അതായത് 12 മൈനസ് 12 പ്ലസ് 3 ആണ്. 12 മൈനസ് 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയി പോയി. 0 പ്ലസ് 3, അതായത് 3 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. അപ്പോൾ a+b² a-b² എന്താണെന്ന് കണ്ടു. ഇനി അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 2 ഇൻറ്റു a² പ്ലസ് b². ഈ ഇതിനെ തന്നെ നമുക്ക് a+b² പ്ലസ് a-b² ബൈ a² പ്ലസ് b² ഈക്വൽസ് 2 എന്നും എഴുതാം. അതുപോലെ തന്നെ a+b² പ്ലസ് a-b² ബൈ 2 ഈക്വൽസ് a² പ്ലസ് b² എന്നും എഴുതാം. ഇത് മൂന്നും ശരിയാണ്. ഈ മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി അത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1189 പ്ലസ് 714 ഹോൾ സ്ക്വയർ പ്ലസ് 1189 മൈനസ് 714 ഹോൾ സ്ക്വയർ ബൈ 1189 സ്ക്വയർ പ്ലസ് 714 സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ഇക്വേഷനായിട്ട് കണ്ടിരുന്നു, a+b² പ്ലസ് a-b² ബൈ a² പ്ലസ് b² ഈക്വൽസ് 2 ആണെന്ന്. അത് തന്നെ ഇവിടെ ചെയ്താൽ മതി. ഇതിരുന്ന് ചെയ്യാൻ നിൽക്കണ്ട. അതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടുക 2 ആണ്. ഇനി അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. p+q² പ്ലസ് p-q² ബൈ 2 ഈക്വൽസ് എത്രയാണെന്ന് കാണണം. ഇതുപോലത്തെ ഒരു ഇക്വേഷൻ തന്നെ നമ്മൾ മുമ്പ് കണ്ടിരുന്നു. അതായത് a+b² പ്ലസ്
എ മൈനസ് ബി ഹോൾ സ്ക്വയർ ബൈ 2 ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെന്ന്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയായിരിക്കും കിട്ടുക? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. അടുത്തത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. നേരത്തെ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് കണ്ടത്. ഇവിടെ മൈനസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ab ആണ്. ഇനി ഇതിന് തന്നെ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള പോലെ തന്നെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ബൈ 4 ഈക്വൽസ് എ ബി ആയിരിക്കും. അതുപോലെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ബൈ എ ബി ഈക്വൽസ് 4 ആയിരിക്കും. ഇനിയും ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab ഈക്വൽസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലെ കുറേ ഫോം ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 3 ഇക്വേഷനാണ് ഇതുപോലെ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് മൂവ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ക്വസ്റ്റ്യൻ 250 പ്ലസ് 189 ഹോൾ സ്ക്വയർ മൈനസ് 250 മൈനസ് 189 ഹോൾ സ്ക്വയർ. ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 4ab ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 250 ഇൻറ്റു 189 എന്ന് എഴുതാം. 250 ഇൻറ്റു 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ആണ്. അടുത്തത് 1000 ഇൻറ്റു 189 ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ 125 പ്ലസ് 95 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 125 ഇൻറ്റു 95. ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab എന്ന് ഇതിനെഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ 125 മൈനസ് 95 ഹോൾ സ്ക്വയർ. 125 മൈനസ് 95 എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ആണ്. അപ്പോൾ 30യുടെ സ്ക്വയർ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. ഇനി എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എത്രയാണെന്ന് നോക്കാം. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽസ് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. ഇനി ഇതിന് തന്നെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഈക്വൽസ് എ പ്ലസ് ബി എന്ന് എഴുതാം. അതുപോലെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ബൈ എ പ്ലസ് ബി ഈക്വൽസ് എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. 715 ക്യൂബ് പ്ലസ് 419 ക്യൂബ് ബൈ 715 സ്ക്വയർ മൈനസ് 715 ഇൻറ്റു 419 പ്ലസ് 419 സ്ക്വയർ. ഇതിനെങ്ങനെ എഴുതാം? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 715 പ്ലസ് 419 ആണ്. 715 പ്ലസ് 419 ആഡ് ചെയ്യുമ്പോൾ 1134 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നല്ല ലെങ്തിയാണ്. പക്ഷേ ഇവിടെ തന്നിരിക്കണ ഈ ആദ്യത്തെ 3 ഇതിന് തന്നെ എങ്ങനെ എഴുതാൻ പറ്റും? 8.02 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ 3 കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ 7.02 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ബൈ 8.02 ഹോൾ സ്ക്വയർ മൈനസ് 8.02 ഇൻറ്റു 7.02 പ്ലസ് 7.02 ഹോൾ സ്ക്വയർ. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ എന്താണ്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8.02 പ്ലസ് 7.02 ഈക്വലാണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 15.04 ആണ്. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്താണെന്ന് കണ്ടു. ഇനി എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്താണെന്ന് കാണാം.
എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽസ് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. ഇനി എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ബൈ എ മൈനസ് ബി ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ തന്നെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി ബൈ ബി സ്ക്വയർ ഈക്വൽസ് എ മൈനസ് ബി എന്നും എഴുതാൻ പറ്റും. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. 153 ക്യൂബ് മൈനസ് 123 ക്യൂബ് ബൈ 153 സ്ക്വയർ പ്ലസ് 153 ഇൻറ്റു 123 പ്ലസ് 123 സ്ക്വയർ. ഇവിടെ തന്നിരിക്കണ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഇക്വേഷനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഈക്വൽസ് എ മൈനസ് ബി ആണ് ഇവിടെ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി. ഇവിടെ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 153 ആണ്, ബി എന്ന് വെച്ചാൽ 123 ആണ്. അപ്പോൾ 153 മൈനസ് 123 ചെയ്യുമ്പോൾ നമുക്ക് 30 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ എ മൈനസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ആണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽസ് 63, എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഈക്വൽസ് 21 എങ്കിൽ എ മൈനസ് ബി എത്ര? നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ അത് തന്നെയാണ്. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഈക്വൽസ് എ മൈനസ് ബി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് തന്നെ ഇവിടെ കൊടുക്കുക. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽസ് 63 ആണ്. എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഈക്വൽസ് 21 ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് ബി കിട്ടും, അതായത് 3 ആണ്. അപ്പോൾ എ മൈനസ് ബി ഈക്വൽസ് 3 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള 3 ഇക്വേഷൻസ് നോക്കാം. എക്സ് പ്ലസ് 1/x ഈക്വൽസ് കെ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഈക്വൽസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുക കെ സ്ക്വയർ മൈനസ് 2 ആയിരിക്കും. അതുപോലെ എക്സ് മൈനസ് 1/x ഈക്വൽസ് കെ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഈക്വൽസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടുക കെ സ്ക്വയർ പ്ലസ് 2 ആയിരിക്കും. ഒരെണ്ണം കൂടി ഉണ്ട്. എക്സ് പ്ലസ് 1/x ഈക്വൽസ് കെ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ കെ ക്യൂബ് മൈനസ് 3k ആണ് കിട്ടുക. ഇത് ജനറൽ ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ആണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സൈൻ എന്താണെന്നും എവിടേക്കാണ് സ്ക്വയറും ക്യൂബുകളും വരുന്നതെന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ട ആദ്യത്തെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. എക്സ് പ്ലസ് 1/x ഈക്വൽസ് 3 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എത്ര? ഇവിടെ നമുക്ക് നേരത്തെ ആൻസറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്താണ്? കെ സ്ക്വയർ മൈനസ് 2 ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ കെ സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ 3നെയാണ്. അപ്പോൾ അതായത് 3 സ്ക്വയർ മൈനസ് 2 ആണ് ചെയ്യേണ്ടത്. 3 സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 9 ആണ്. 9 മൈനസ് 2 ഈക്വൽസ് 7 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് മൈനസ് 1/x ഈക്വൽസ് 2 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഇതിൻ്റെ വാല്യൂ കാണണം. ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആൻസർ കെ സ്ക്വയർ പ്ലസ് 2 ആണ്. കെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് 2ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 ചെയ്യാം. 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 ആണ്. 4 പ്ലസ് 2 ഈക്വൽസ് 6 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് പ്ലസ് 1/x ഈക്വൽസ് 10 ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഇത് നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആൻസർ കെ ക്യൂബ് മൈനസ് 3k ആണ്. അപ്പോൾ അത് തന്നെ ഇവിടെ ചെയ്യാം. ഇവിടെ കെ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ക്യൂബ് ആണ്. 10 ക്യൂബ് മൈനസ് 3 ഇൻറ്റു 10 ആണ്.
അപ്പോൾ 10³ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 1000 ആണ്. 1000 മൈനസ് 30 ചെയ്യാം. അതായത് 970 ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓരോ ഐഡൻറ്റിറ്റീസിൽ നിന്നും 1-2 പ്രോബ്ലംസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓരോ ഐഡൻറ്റിറ്റീസും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അത് കാരണം ഓരോന്നും 1-2 മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളൂ എന്ന്. പിന്നെ അവസാനം കണ്ട ലാസ്റ്റത്തെ 3 പ്രോബ്ലംസ് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ ഇതോടുകൂടി ഐഡൻറ്റിറ്റീസ് സർവ്വസമവാക്യങ്ങൾ എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ എക്സ്ട്രാ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.